1,90,000 രൂപ ഡീസൽ ഡസ്റ്റർ കേട്ടോ. വില കൂട്ടി പറഞ്ഞിട്ട് അതിന് ഡിസ്കൗണ്ട് കുറയില്ലെന്നും ചോദിച്ചു വരണ്ട. ഫൈനൽ റേറ്റ് ഹിസ്റ്ററി എടുത്ത് തെളിയിച്ചു കൊടുത്തിട്ട് ആൾക്കാരെ എടുത്താൽ നമ്മൾ ഹിസ്റ്ററിന്റെ പക്കയായിട്ട് എടുത്തു കൊടുത്തേക്കാം. ഇത് നമ്മൾ 59,000 രൂപ ചോദിക്കുന്നു. 59,000 രൂപ ഇവിടെ ഷോറൂമിൽ ഇട്ടാലും ആൾക്കാർ. കാരണം എന്താ പറയുക, ഇത് നമുക്ക് യാത്രാ സൗകര്യത്തിനും പറ്റും, കച്ചവട ആവശ്യത്തിനും ഒരുപോലെ പറ്റുന്ന. നമ്മളിങ്ങനെ ഉറപ്പിൽ പറയണത് വേറെ ആരുമില്ല, ഷോറൂമിന്റെ ഓണറാണ്. അപ്പൊ അത്രയും ഒരു വാഹനത്തിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്കൊരു 2,55,000 രൂപ കൊടുത്തേക്കാം. 2,55,000 ഫൈനൽ പ്രൈസ് ആണോ? ഫൈനൽ ഡീസൽ വണ്ടി ടൈപ്പ് 2 റേറ്റ് കുറവാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള മാറ്റി കൊടുക്കാൻ പറ്റും. ഡീസൽ വാഹനത്തിനൊക്കെ അത്യാവശ്യം ആളുകൾ ഇപ്പോഴും നോക്കി നടക്കുന്ന പ്രത്യേകിച്ച് ടൈപ്പ് 2 ഫേസിൽ വരുന്നത് 1,15,000 നമുക്ക് ചെയ്യാൻ പറ്റും. ലോ ബജറ്റിൽ നല്ല കണ്ടീഷൻ വാഹനം. ഇത് ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വാഹനമല്ല, അത്യാവശ്യം കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നമ്മൾ ഇത് ചോദിക്കുന്ന വില 1,90,000 രൂപയാണ്. എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 2 മാസം മുന്നേ ആലുവ ചാലക്കലിലെ കാറക്സ് ഷോറൂമിന്റെ ഒരു വീട് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് വിലയേക്കാളും മാക്സിമം വില കുറച്ചിട്ട് നല്ല ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് ചെയ്തിട്ട് ഞെട്ടിച്ചു. നല്ല ഭയങ്കര റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അതെല്ലാം എല്ലാ വണ്ടികളും ഒരാഴ്ചക്കുള്ളിൽ കാണാണ്ട് അഡ്വാൻസ് ആയ വണ്ടികളുണ്ട്. വന്ന് കണ്ട് നോക്കി എടുക്കുക, എല്ലാം പോയി അവിടെ അടുത്ത സ്റ്റോക്ക് കയറി. നമ്മൾ ആ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു മാക്സിമം വില കുറച്ച് നല്ല വണ്ടികളാണെന്ന്. അതുകൊണ്ട് തന്നെ നല്ല റെസ്പോൺസ് കിട്ടി, ഒരുപാട് ആളുകൾക്ക് നല്ല വണ്ടികൾ കിട്ടി. നിങ്ങൾക്ക് ഒരുപാട് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടി. അവിടെ കോളിലിരിക്കുന്ന സ്റ്റാഫിന് തലയ്ക്ക് സൗകര്യം ഉണ്ടായിരുന്നില്ല, അതുപോലെ കോൾസ് വന്നു. അപ്പൊ ഇത്തവണ നമ്മള് ആലുവ ചാലക്കലല്ല, ഇന്ന് തേവക്കല് പുക്കാട്ടുപടി റൂട്ടിൽ തേവക്കല് ഇവരുടെ രണ്ടാമത്തെ ഷോറൂം. ഇതൊരു ഷോറൂം, അതൊരു ഷോറൂമാണ്. അപ്പൊ ഇവിടെ കുറച്ച് വാഹനങ്ങൾ പുതിയത് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തവണ ഈ ഷോറൂമിൽ വില പൊട്ടിച്ച് മുന്നിലേക്ക് എത്തിക്കുകയാണ്. മാക്സിമം വീഡിയോസ് കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യുക. കാരണം ഇതൊക്കെ ഒരു സുവർണ അവസരമായിട്ട് കണക്കാക്കാം. എന്തായാലും നമുക്ക് ഈ ഒരു ഫെബ്രുവരി മാർച്ച് മാസത്തിന്റെ ഒരു സ്റ്റോക്ക് നമ്മളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. നമുക്ക് എല്ലാ വണ്ടികളും കാണിച്ചു കൊടുക്കാം. എല്ലാ വണ്ടികളും കാണിച്ചു. ആദ്യം നമുക്ക് റെനോൾട്ടിന്റെ ഡസ്റ്റർ മുതൽ തുടങ്ങാം അല്ലേ? ഇത് 2012 ഡിസംബർ ലാസ്റ്റ് വണ്ടിയാ. ഡസ്റ്റർ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാ. വണ്ടിയുടെ കിലോമീറ്റർ വന്നിട്ട് 1,35,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പെട്രോൾ ഡീസൽ മാനുവൽ വണ്ടി. ഇത് നമുക്ക് വന്നിട്ട് റേറ്റ് വന്നിട്ട് നമുക്ക് റേറ്റ് ന്യായമായിട്ടുള്ള റേറ്റ് കൊടുക്കാം. വേറെ ബാർഗൈനിങ് ഒന്നുമില്ല. 1,90,000 രൂപ കൊടുത്തേക്കാം. 1,90,000 രൂപ 1,90,000 രൂപ ഡീസൽ ഡസ്റ്റർ കേട്ടോ. വില കൂട്ടി പറഞ്ഞിട്ട് അതിന് ഡിസ്കൗണ്ട് കുറയില്ലെന്നും ചോദിച്ചു വരണ്ട. ഫൈനൽ റേറ്റ് മാക്സിമം വരെ കൊണ്ട് പറ്റുന്നതിന്റെ അത്രയും കുറച്ചിട്ടാണ് ഈ ഒരു വാഹനം കൊടുക്കുന്നത്. ഇത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ടൈപ്പ് 2 അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസോ? ഇത് വന്നിട്ട് 2014 വണ്ടിയാ. 2014 ഇതുപോലെ തന്നെ ലാസ്റ്റ് വണ്ടി നവംബർ വണ്ടിയാ. 2010 സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടി ഇപ്പൊ വന്നിട്ടുള്ളൂ. അപ്പൊ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് പക്കയായിട്ട് കൊടുക്കും. പക്ഷെ ഏറ്റവും വലിയ ഇതെന്താ, ഇത് അധികം യൂസ് ആവാത്തോണ്ട് ആകെ 20,000 കിലോമീറ്റർ വണ്ടി ഓടി. 20,000 കിലോമീറ്റർ ആകെ 20,000 നമുക്ക് ഹിസ്റ്ററി എടുത്ത് തെളിയിച്ചു കൊടുത്തിട്ട് ആൾക്കാരെ എടുത്താൽ നമ്മൾ ഹിസ്റ്ററിന്റെ പക്കയായിട്ട് എടുത്തു കൊടുത്തേക്കാം. ലാസ്റ്റ് സർവീസിന്റെ റെക്കോർഡ് എടുത്ത് കൊടുത്തേക്കാം. എല്ലാം എടുത്ത് കൊടുത്തേക്കാം. റീപ്ലേസ്മെന്റിൽ ഒന്നുമില്ല. പക്ഷെ സ്ക്രാച്ചസ് കുറച്ച് ഇത് ഓടിച്ച് പഠിച്ചതിൻ്റെതായിട്ടുള്ള കുറച്ച് ഇതുണ്ട്. അതെല്ലാം നിങ്ങൾ മാറ്റിയിട്ട് കണ്ടീഷനിലാണ് ഇപ്പൊ കിടക്കുന്നത്. ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. ഇത് ഏതാ വേരിയന്റ്? ഇത് VXI പെട്രോൾ വേരിയന്റ്. അപ്പോ ലോ കിലോമീറ്റർ ഓടി സ്വിഫ്റ്റ് ആണ്. ഈ ഒരു മോഡലില് ഇത്രയും ലോ കിലോമീറ്റർ ഓടി വണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ ലെക്കാണ്. അപ്പൊ നമുക്ക് പ്രൈസ് എത്ര വരുന്നത്? ഇത് വരുമ്പോൾ നമുക്ക് 3,75,000 കൊടുക്കാം. 3,75,000 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 3.5 ലക്ഷം രൂപ ലോൺ കയറും. 25,000 രൂപ കൊടുത്താൽ മതി. വേറെ 20,000 കിലോമീറ്റർ ഓടി വണ്ടി 25,000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ആക്കാൻ സാധിക്കും. അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ വരെ കോൺടാക്ട് ചെയ്യുക. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നതാണ് വണ്ടികൾ ഓടിച്ചു പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോ ബജറ്റ് കണ്ടീഷൻ വാഹനം. അത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് വന്നിട്ട് 2005 പുതിയ പേപ്പറാണ്. 28 വരെ പേപ്പർ ഉണ്ടാവും. അതെ, അതായത് ഇനി കൂടി 3 കൊല്ലമൊക്കെ സുഖമായിട്ട് ഓടിക്കാം. ആ ഭാഗം നോക്കണ്ട. പേപ്പർ ഭാഗം 28 വരെ ഉണ്ട്. സീറ്റൊക്കെ ആണെങ്കിലും പുള്ളി നല്ല രീതിയിൽ സീറ്റ് ബക്കറ്റ് സീറ്റൊക്കെ അടിച്ച് 2 ഡോർ പവർ വിൻഡോ അത്യാവശ്യം ഓടിക്കാനൊക്കെ നല്ല വണ്ടിയാ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. പക്കയാണ് വണ്ടി. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമ്മൾ 59,000 രൂപ ചോദിക്കുന്നു. 59,000 രൂപ. ഇത് ഒരു ലോ ബജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വാഹനമാണ്. അപ്പൊ
നമ്മൾ വണ്ടി ഓടിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ കൊടുക്കുമ്പോൾ അത്യാവശ്യം വില കിട്ടും. എക്സ്ചേഞ്ചിലൂടെ നമുക്ക് എടുക്കണമെങ്കിൽ വില കിട്ടും. ഇത് ടാറ്റ കമ്പനിയുടെ സെഡാൻ സെഗ്മെന്റ് വാനായിട്ടുള്ള ടാറ്റ ടിഗോർ. ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് 2018 സിംഗിൾ ഓണർ വണ്ടി. 2018 സിംഗിൾ ഓണർ 90,000 കിലോമീറ്റർ വണ്ടി ഓടിയേക്കണ ഓട്ടോമാറ്റിക് വണ്ടിയാ. ഓട്ടോമാറ്റിക് അതായത് അലോയ് വീൽസ് എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്ന പ്രൈസോ? ഇത് നമ്മൾ ചോദിക്കുന്ന വില വന്നിട്ട് 3,10,000 രൂപ. 3,10,000 കണ്ടോ? മാർക്കറ്റ് വിലന്റെ ആ ഒരു റേഞ്ചിൽ എത്രത്തോളം നമുക്ക് കുറക്കാൻ പറ്റും അത്രത്തോളം കുറച്ചിട്ടാണ് വാഹനത്തിന് പ്രൈസ് ചെയ്യുന്നത്. പിന്നെ വീണ്ടും ഇത് കുറക്കോ ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം മാക്സിമം കുറച്ചിട്ടുണ്ട്. 3,10,000 18 ഓട്ടോമാറ്റിക് വണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അറിയുന്നവർക്ക് അതിനെ കുറിച്ച് അറിയാം. അപ്പൊ എന്തായാലും വരെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഇത് ലോൺ ചെയ്യുമ്പോൾ ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഇത് നമുക്ക് മാക്സിമം 3 ലക്ഷം രൂപ ലോൺ കയറും. 3 ലക്ഷം രൂപ ലോൺ, 10,000 രൂപ ക്യാഷ് മതി. 10,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇറക്കാവുന്നതാണ്. ലോ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഹ്യുണ്ടായിയുടെ ഇയോൺ. ഇതിന്റെ ഡീറ്റെയിൽസോ? ഇത് വന്നിട്ട് 2017 വണ്ടിയാ. 2017 സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിക്ക് കിലോമീറ്റർ വന്നിട്ട് 79,000 കിലോമീറ്റർ വണ്ടി ഇപ്പൊ ഓടി. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ആക്സിഡന്റ്സ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആകെ നമുക്ക് ഗ്ലാസ്സിൽ ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പൊ മാറ്റി കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇതുകൊണ്ട് മാറ്റിയാണെന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമുക്ക് ആദ്യം വിശ്വസിക്കില്ല. കല്ലടിച്ച് പൊട്ടിയാന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. അതുകൊണ്ട് നമ്മൾ മാറ്റാണ്ട് വെച്ചേക്കണില്ല. നമുക്ക് മാറ്റിയാ അത് നമുക്ക് മാറ്റി കൊടുക്കാം. അവിടെ ഒരു കല്ലടിച്ചതിന്റെ പാടുണ്ട്, അതുകൊണ്ട് നമ്മൾ മാറ്റാണ്ട് വെച്ചേക്കണം. നമുക്ക് ആ കസ്റ്റമർ വരുമ്പോ കാണിച്ച് ബോധ്യപ്പെടുത്തി മാറ്റി കൊടുക്കും. അത് അത്രയുള്ളൂ. ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞ ആളുകൾ പറയും ആക്സിഡന്റ് ആണ്, റീപ്ലേസ് ആണ്, അങ്ങനെയാണ്. അപ്പൊ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി തരണമെങ്കിൽ മാറ്റി തരുന്നവർ തയ്യാറാണ്. ഇനി അറിയേണ്ടത് ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇത് 2017 വണ്ടി ഇറാ പ്ലസ് വേരിയന്റ് ആണ്. പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വന്ന വേരിയന്റ്. ഇത് നമുക്ക് ഒരു 1,90,000 രൂപ ചോദിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഭേദപ്പെടുത്തി കൊടുക്കാം. അപ്പൊ ചോദിക്കുന്ന പ്രൈസിൽ നിന്ന് ചെറിയൊരു നെഗോഷിയേഷൻ ഇതിലുണ്ടാവും. പിന്നെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ലോൺ ചെയ്യാൻ 1,70 ലോൺ കയറും. 1,70 വരെ ലോണും കയറും. ഒരു 20-30 ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ സിമ്പിൾ ആയിട്ട് വണ്ടി ഇറക്കാം. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു ഫേസ് ആണ് ടൈപ്പ് 2. നമ്മുടെ അടുത്ത് നല്ല ക്വാളിറ്റി വെഹിക്കിൾ സ്റ്റോക്ക് ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2017 വണ്ടി. ഇത് 17 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 17 സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ വന്നിട്ട് 1,10,000 കിലോമീറ്റർ കമ്പനി സർവീസ് VXI ആണ് വണ്ടി. 1,00,000 കിലോമീറ്റർ ഓടിയ മേജർ സർവീസ് ഫുൾ കമ്പനി ഹിസ്റ്ററി ഉൾപ്പെടെ ഉണ്ട്. VXI എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ആയിട്ട്? നമുക്ക് ഇത് 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ നമ്മള് റിവേഴ്സ് ക്യാമറയും ഇതൊക്കെ ഡിസ്പ്ലേ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് അല്ലേ? അതെ. ഫുൾ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല. ഓക്കെ, അത്രയും ഉറപ്പിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാഹനമാണ്. ഇനി അറിയേണ്ടത് ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇത് വന്നിട്ട് 4,40,000 രൂപ ആസ്കിംഗ് പ്രൈസ്. ആണ്. ചെറിയ മാറ്റം ലോൺ ചെയ്യാൻ പറ്റില്ല. ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 2017 മോഡൽ മാരുതിയുടെ ഓൾട്ടോ കേട്ടൺ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2019 വണ്ടി. 19 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഏത് വേരിയന്റ്? ഇത് വേരിയന്റ് വന്നിട്ട് VXI ആണ്. എക്സ്ട്രാ നമ്മൾ ക്യാമറ, സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ അടക്കം വരുന്നുണ്ട്. പുതിയ സീറ്റ് കവേഴ്സും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം എല്ലാം ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഇനി എടുക്കുന്ന കസ്റ്റമർ ഒന്നും ചെയ്യേണ്ടി വരില്ല, കാരണം അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സ് ഇതിൽ ചെയ്തിട്ടുണ്ടല്ലോ. സർവേ എല്ലാ കാര്യങ്ങളും. പേപ്പേഴ്സ് ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇനി ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വന്നത് 3,10,000. 3,10,000 രൂപ. ഇതൊരു ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം നമുക്ക് വീഡിയോസ് കണ്ടിട്ട് ലോങ് എന്നൊക്കെ വരുന്നവർക്ക് എന്തായാലും അതിന്റെ ഒരു ചെറിയ മാറ്റം ചെയ്തു കൊടുക്കും, കാരണം എത്രയും ലോങ് എന്നൊക്കെ വരുന്നത്. അപ്പൊ ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. 19 വണ്ടിയല്ലേ, സുഖമായിട്ട് ലോൺ കയറും. മാക്സിമം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ചെയ്യാവുന്നതിന് മാക്സിമം ഇവർ ചെയ്തു തരും. ഷോറൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർ ഇപ്പൊ ഒരു വണ്ടി ഓടിച്ച് പഠിക്കാൻ വേണ്ട ആളുകൾക്ക് അങ്ങനെയുള്ള വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും വരാൻ പറ്റും. അതല്ല ഇനിയിപ്പോ ബെൻസ് പോലുള്ള പ്രീമിയം സെഗ്മെന്റ് വാഹനം വേണോ, അതിന് നമുക്ക് നമ്മുടെ രഞ്ജിന്റെ അടുത്തേക്ക് വരാം കേട്ടോ, കാരണം അത്രയും നല്ല വാഹനങ്ങൾ ഇപ്പൊ നിലവിൽ സെയിൽ നടക്കുന്നുണ്ട്. മെഴ്സിഡസ് ബെൻസ്. ഇത് 2013 മോഡല്. 13 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. വണ്ടിയുടെ കിലോമീറ്റർ വന്നിട്ട് 75,000 കിലോമീറ്റർ വണ്ടി ഓടി. 75,000 കിലോമീറ്റർ. ഇത് വന്നിട്ട് വണ്ടി ഹരിയാന വണ്ടി തന്നെയല്ലേ, KL ആക്കി നമ്മൾ കൊടുക്കും. KL ആക്കിയിട്ട് കൊടുക്കും. അപ്പൊ ഇതിന് പേപ്പർ NOC ഉണ്ട്, അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. KL ആക്കിയിട്ടാണ് നമ്മൾ KL ആക്കി കൊടുക്കും. നമുക്ക് ഫിനാൻസ് കിട്ടില്ലേ? KL ആക്കി കൊടുക്കുകയാണെങ്കിൽ ഫിനാൻസ് കിട്ടും. ഹരിയാന ഇപ്പോഴത്തെ നമ്പറിലാണെങ്കിൽ നമുക്ക് റെഡി ക്യാഷിന് കൊടുക്കാൻ പറ്റും. അപ്പൊ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മളിപ്പോ HR രജിസ്ട്രേഷനിലാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന 4,75,000. 4,75,000 അല്ലേ? നമുക്കിപ്പോ KL ആക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്ക് പ്രൈസ് വ്യത്യാസം വരുമോ? കയ്യിലാക്കുമ്പോൾ പ്രൈസ് വ്യത്യാസം വരും. ഏകദേശം ടാക്സ് അടയ്ക്കണതിന്റെ അതിന്റെ വേരിയേഷൻ വരും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഫെബ്രുവരി മാസത്തെ സ്റ്റോക്കാണ് കാണിച്ചു തരുന്നത്. രഞ്ജോ, ഈ ഒരു വാഹനത്തിന് ഒരുപാട് ആളുകളുണ്ട്. കാരണം ഇവിടെ ഷോറൂമിൽ ഇട്ടാലും
ആൾക്കാർ കാരണം എന്താ പറയുക, ഇത് നമുക്ക് യാത്രാ സൗകര്യത്തിനും പറ്റും, കച്ചവട ആവശ്യത്തിനും ഒരുപോലെ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാം ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് നല്ലൊരു വാഹനം ഇപ്പൊ നിലവിൽ ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട്. നമുക്ക് ആദ്യം ഇത് പരിചയപ്പെടാം. ഇത് 2014 വണ്ടി. ഇത് 14 വണ്ടി 90,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആ വണ്ടി. നിലവിൽ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസോ ഒന്നും ഇല്ല. 5 സീറ്റർ AC അല്ലേ? 5 സീറ്റർ AC ആണ്. വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും, പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ചോദിക്കുന്ന പ്രൈസ് 2,40,000. 2,40,000 രൂപക്ക് ഒരു ഈക്കോ നിങ്ങൾക്ക് അവതരിപ്പിക്കുകയാണ്. ലോൺ കിട്ടും ഇതിന്? ലോണും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ലോണോട് പോയിട്ട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഇവര് സെറ്റ് ചെയ്ത് തരും. ഇത് ലോ ബജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഹ്യുണ്ടായിയുടെ i20 ഓൾഡ് ഫേസിൽ വരുന്ന വാഹനം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നമുക്ക്? ഇത് 2012 വണ്ടി. സെക്കൻഡ് ഓണർ ആണ് വണ്ടി. സെക്കൻഡ് ഓണർ 60,000 കിലോമീറ്റർ വണ്ടി ഓടിയേക്കണത്. പെട്രോൾ വേരിയന്റ്. വേറെ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ബോഡി ആണെങ്കിൽ നല്ല ക്വാളിറ്റി ബോഡിയാണ്. അതുപോലെ മെയിൻ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. നല്ല സീറ്റ് കവേഴ്സ് ആണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഉറപ്പിൽ പറയണത് വേറെ ആരുമില്ല, ഷോറൂമിന്റെ ഓണറാണ്. അപ്പൊ അത്രയും ഒരു വാഹനത്തിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോ. ചോദിക്കുന്ന പ്രൈസ് ഇത് വരുമ്പോഴേക്കും നമ്മളെ ആസ്കിംഗ് പ്രൈസ് 185. 1,80,000 രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ മാറ്റം എന്തെങ്കിലും ഉണ്ടാവും. മാരുതി സുസുക്കിയുടെ വാഗനർ ഈ ഒരു ഫേസിൽ ഇപ്പോഴും എന്തിനാ അങ്ങനെ ആളുകൾ അന്വേഷിക്കുന്നത്? എന്ത് വണ്ടിയുടെ പ്രത്യേകത? ഇത് വണ്ടി നല്ല ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. മൈലേജ് ഫാമിലിക്ക് യൂസിന് പറ്റിയ വണ്ടി. ഒരു ഒതുങ്ങിയ വണ്ടി, ചെറിയ റോട്ടിൽ കൂടിയൊക്കെ ഒരു ഫാമിലി കൊണ്ട് നടക്കാൻ പറ്റിയ വണ്ടി. പുതിയ വാഗനർ ഇറങ്ങിയിട്ട് ഇപ്പോഴും ഡിമാൻഡ് ഉണ്ട്. നമുക്ക് ഈ ഒരു വാഗനറിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് വന്നിട്ട് 2015 വണ്ടിയാണ്. 15 വണ്ടി 68,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കണ. കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പ്. LXI വേരിയന്റ് വണ്ടി. 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ എന്താ ആംബ്രസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടയറൊക്കെ 4 നല്ല ടയറാണ്. കസ്റ്റമറിനെ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യം. പെട്രോൾ ഓടിക്കുക അത്രേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ്. ഇനി അറിയേണ്ടത് ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇത് വരുമ്പോ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 3,15,000 രൂപ. 3,15,000. നമുക്ക് ലോൺ ചെയ്യുമ്പോൾ എത്ര കൊടുക്കണ്ടേ? ലോൺ നമുക്ക് ഒരു 280, 3 ലക്ഷം രൂപയുടെ അടുത്ത് വരെ കയറേണ്ടതാണ്. 280 ആ റേഞ്ച് ഒക്കെ. ഒരു 30-20 ആ റേഞ്ച് കൊടുക്കുകയാണെങ്കിൽ വണ്ടി നമുക്ക് ഇറക്കൊണ്ട് പോകാൻ പറ്റുന്നു. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. മാരുതി സുസുക്കിയുടെ റിറ്റ്സ് ഡീസൽ വാഹനം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2015 വണ്ടി. 15 വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഒരു കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. അപ്പൊ 1,40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ. അതിന്റെ ഫ്രണ്ട് ഗ്ലാസും ബോണറ്റും റീപ്ലേസ് ഉണ്ട് വണ്ടിയുടെ. പ്രോൺ കാര്യങ്ങളൊന്നും ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് ഉള്ളത് ഉള്ളതുപോലെ പറയുന്നുണ്ട്. അതിലൊരു മടിയും നമ്മുടെ ഈ ഒരു ഷോറൂമിന് ഓണർക്കും ഇല്ല. കാരണം ഈ ഗ്ലാസ് കാര്യങ്ങൾ മാറി കമ്പനിയിൽ നിന്ന് മാറിയിട്ടുള്ള സിംഗിൾ ഓണർ ഡീസൽ വണ്ടി. ഇത് നമുക്ക് അതെ ഡീലർ ഗ്യാപ്പിന് കൊടുത്തേക്ക ഈ വണ്ടി. 2015 VDA റിക്സ് നമുക്ക് വെറും 1,90,000 ഫൈനൽ റേറ്റ്. ഇത് ടൊയോട്ട കമ്പനിയുടെ എത്തിയോസ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ? ഇത് 2012 മോഡൽ വണ്ടി. 2012 ഒറിജിനൽ കേരള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് വരുമ്പോഴേക്കും അടുത്ത വർഷം നമുക്ക് ടെസ്റ്റ് വരുന്നുണ്ട്. 1 കൊല്ലം പേപ്പർ നമുക്കുള്ളൂ. അപ്പൊ 1 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ടെസ്റ്റ് വരും. ഈ വണ്ടി നമ്മള് വില 70,000 വണ്ടി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ്സ് വണ്ടിക്ക് ഇല്ല. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതും ടൊയോട്ടയിൽ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അപ്പൊ ആ കാര്യങ്ങൾ നോക്കണ്ട. നമുക്ക് കുറച്ച് മോഡൽ കുറഞ്ഞാണെങ്കിലും കിലോമീറ്റർ പക്കയാണ്. ചോദിക്കുന്ന പ്രൈസ് 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. ടൊയോട്ട വാഹനത്തിന് 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 2027 വരെ പേപ്പറുള്ള ഒരു വാഹനം കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്തോട്ടോ. അടുത്തായിട്ട് എറണാകുളം രജിസ്ട്രേഷനിൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ്. ഇതും ടൈപ്പ് 2 ഷേപ്പ് തന്നെയാണ്. അതായത് ഡീസൽ വണ്ടിയാണ്. ഇത് ഡീസൽ വണ്ടി. 2012 വണ്ടി. 2012 ഇതിപ്പോ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിന്നത്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വണ്ടി ഒന്ന് ലുക്കാവും. നമ്മൾ എടുത്തിട്ട് അതേപോലെ തന്നെ മറിച്ചടിക്കല്ല. അതിന്റേതായിട്ടുള്ള അപാകതകളൊക്കെ ഉണ്ട്. എല്ലാം ക്ലിയർ. നമ്പർ പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനം ഇനിയിപ്പോ എല്ലാ പണി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റൂലേ? അപ്പൊ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമുക്കൊരു 2,55,000 രൂപ കൊടുത്തേക്കാം. 2,55,000 ഫൈനൽ പ്രൈസ് ആണോ? ഫൈനൽ ഡീസൽ വണ്ടി ടൈപ്പ് 2 റേറ്റ് കുറവാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള മാറ്റി കൊടുക്കാൻ പറ്റും. ഡീസൽ വാഹനത്തിനൊക്കെ അത്യാവശ്യം ആളുകൾ ഇപ്പോഴും നോക്കി നടക്കുന്ന പ്രത്യേകിച്ച് ടൈപ്പ് 2 ഫേസിൽ വരുന്നത്.
അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോക്ക് ഉണ്ട്. അതിന് ലോൺ ചെയ്യാൻ പറ്റും ഇതിന്. ഇത് നമുക്ക് 12 വണ്ടി ആയതുകൊണ്ട് ശ്രീരം അങ്ങനത്തെ റെഡിക്കേഷൻ വാങ്ങാൻ പറ്റുന്ന ഒരു എമൗണ്ട് ചോദിക്കുന്നുള്ളൂ സംഭവം. ലോ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഹ്യുണ്ടായിയുടെ സാൻഡ്രോ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് വന്നിട്ട് 2008 ലാസ്റ്റ് വണ്ടിയാണ്. 8 ലാസ്റ്റ് വണ്ടി നമുക്ക് 28 ലാസ്റ്റ് വരെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ 2028 വരെ പേപ്പേഴ്സ് ക്ലിയർ ആണ്. ഓക്കെ. ഇത് വേറെ ഗ്ലാസ് ആണെങ്കിലും ബോണറ്റ് ആണെങ്കിലും അങ്ങനെ ആക്സിഡന്റ്സ് ഒന്നും ആയിടാത്ത വണ്ടി. ഇത്രയും വർഷം പഴക്കമുണ്ട് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഓണർഷിപ്പ് വന്നിട്ട് 3rd ഓണർഷിപ്പ് ആണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില 75,000 രൂപ. 75,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. ചെറിയ മാറ്റം ഉണ്ടാവും. പേപ്പേഴ്സ് എല്ലാം നേരിൽ ക്ലിയർ ആണ്. വേറെ ഒരു തരത്തിലുള്ള ആക്സിഡന്റോ റീപ്ലേസോ ഇത്രയും വർഷമായിട്ടില്ല കണ്ടീഷൻ വാഹനമല്ല. അടുത്തായിട്ട് റെയർ കളക്ഷൻ ആണ് കാണിക്കാൻ പോകുന്നത്. ഷെവർലെയുടെ ബീറ്റ്. അതെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് 2010 പുതിയ പേപ്പർ എടുത്തേക്കണ വണ്ടി. പേപ്പേഴ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. പുതിയ പേപ്പർ 2029 ലാസ്റ്റ് വരെ പേപ്പർ. അതെ അതെ. ഇത് പെട്രോൾ വേരിയന്റ് ആണ് വണ്ടി. പെട്രോൾ വണ്ടിയാണ്. ഇത് വന്നിട്ട് റേറ്റ് വന്നിട്ട് 1,10,000 രൂപ. 1,10,000 ചോദിക്കുന്ന പ്രൈസ്. ഒരു ലോ ബജറ്റില് ഷെവർലെയുടെ ബീറ്റ് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ തേവക്കയിലുള്ള കാർ ഷോറൂമിൽ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഇത് പഴയ മോഡലിൽ മാരുതിയുടെ ഓൾട്ടോ കേട്ടല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2011 വണ്ടി. 2011 സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. 90,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. വണ്ടിക്ക് വേറെ ആക്സിഡന്റ്സ് റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. സീറ്റ് കവേഴ്സ് ഒക്കെ നല്ല സീറ്റ് കവർ കാര്യങ്ങളാണ്. LXI ആണ്. പവർ വിൻഡോസ് വരൂല. ബാക്കി AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില 1,15,000 രൂപ. 1,15,000 നമുക്ക് ചെയ്യാൻ പറ്റും. ലോ ബജറ്റിൽ നല്ല കണ്ടീഷൻ വാഹനം. ഇത് ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വാഹനമല്ല, അത്യാവശ്യം കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഒന്നും ഇല്ലാത്ത നമുക്ക് ഫ്രീ ആയിട്ട് സാധാ ഒരു സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള വാഹനങ്ങൾ നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ട് ഏറ്റവും ബെസ്റ്റ് വാഹനമാണ് ഈ ഒരു വിലക്ക് ഇങ്ങനെ ഒരു വാഹനം. ഇത് ഹ്യുണ്ടായി കമ്പനിയുടെ ഐറ്റം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് സിംഗിൾ ഓണർ വണ്ടിയാ. 2008 പുതിയ പേപ്പർ. ഇപ്പൊ ആ പേപ്പർ ഭാഗം പുതിയത് എടുത്തിട്ടുണ്ട്. 28 വരെ പേപ്പർ ഉണ്ട്. ബാക്ക് വൈപ്പർ, പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഇത് വരുമ്പോഴേക്ക് സ്പോർട്സ് വേരിയന്റ് ആണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന മോഡൽ 2008 മോഡല്. ടെസ്റ്റ് കഴിഞ്ഞ് പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട്. ആകെ നമുക്ക് ഇപ്പോ ലോ ബജറ്റിൽ മോഡൽ കുറഞ്ഞ വണ്ടികൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പേപ്പറും കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ഇപ്പോഴും ഒരു തലവേദന എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയുള്ള വാഹനങ്ങൾ എടുക്കാത്തത്. ഇത് 2028 വരെ പേപ്പർ ക്ലിയർ ആണ്. ആ ഒരു തലവേദനയും കാര്യങ്ങളും വേണ്ട. ചെറിയ വിലക്ക് വാങ്ങാം. വില എത്രയാണ്? 1,10,000. 1,10,000 രൂപ. നമ്മൾ ഈ ഒരു ഷോറൂമിൽ 2 ഈക്കോ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ഈക്കോ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇത് 2010 ഈക്കോ. 2010 സെക്കൻഡ് ഓണർ ആണ് വണ്ടി. 5 സീറ്റ് റേസ് തന്നെ സെയിം വണ്ടി. അതായത് നമുക്ക് ഇതിന് വന്നിട്ട് വേറെ ടെസ്റ്റ് കാര്യങ്ങൾ ഇപ്പൊ കഴിഞ്ഞ് പുതിയ ടെസ്റ്റ് പേപ്പർ അതെ അതെ. പേപ്പർ ഭാഗം പുതിയ 2029 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. ആ ഭാഗം നോക്കേണ്ട ആവശ്യമില്ല. അത് ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഇപ്പൊ ചെറിയ സ്ക്രാച്ചസ് എന്തായാലും ടെസ്റ്റിന് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കാണുന്നുണ്ട്. വണ്ടി വൃത്തിയുണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാം കാണുമ്പോൾ നമുക്ക് ക്വാളിറ്റി വണ്ടിയാ. AC ആണെങ്കിലും പക്ക വർക്കിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും വേറെ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ഇത് ചോദിക്കുന്ന വില 1,90,000 രൂപയാണ്. എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യാം. ചെറിയ എമൗണ്ടിൽ ഇപ്പൊ കച്ചവട ആവശ്യങ്ങൾക്കൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇങ്ങനെയുള്ള ഒരു വാഹനം അന്വേഷിച്ച് ഇറക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ പറ്റിയ വാഹനമാണ് 1,90,000 രൂപ ആസ്കിംഗ് പ്രൈസ്. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഷോറൂമിലത്തെ എല്ലാ വാഹനങ്ങളും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം. കാരണം ഇവരടുത്ത് വേറെ ഷോറൂം ഉണ്ട്. അവിടെ സ്റ്റോക്കുകൾ ഉണ്ടാവും. അപ്പോൾ എറണാകുളം ഭാഗത്തൊക്കെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നമുക്ക് ഇപ്പോഴും അറിയില്ല. നമ്മൾ ഇത് പുതിയ എത്ര വർഷം കൂടെ? ഇത് നമ്മൾ 5 വർഷമായില്ലേ? അവിടെ എത്ര വർഷമായി? അവിടെ നമ്മളിപ്പോ റീസെന്റ് തുടങ്ങി ഒരു 6-8 മാസമായിട്ടുള്ളൂ. 8 മാസമായിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഷോറൂമാണ്. സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി.